അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ആമ്പല്ലൂരിലെ കടമുറികൾ ലേലം ചെയ്തതിൽ വൻ ക്രമക്കേടാണെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം അളഗപ്പ് നഗർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ സിപിഎം കൊടകര ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ.ജെ. ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. പി.കെ. വിനോദൻ അധ്യക്ഷനായി. സോജൻ ജോസഫ്, പി.വി. ഗോപിനാഥൻ, ജോഷി മഞ്ഞളി, കെ.എൻ. ബിജു, പി.എസ്. വിനോദ്, പി.എൻ. വിനീഷ്, ടെസി വിൽസൺ, പഞ്ചായത്ത് മെമ്പർമാരായ പി.എസ്. പ്രീജു, ജീഷ്മ രഞ്ജിത്ത്, ശൈലജ നാരായണൻ, സജന ഷിബു എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളും LDFന്റെ ഭരണത്തിന് കീഴിലാണ്. തൃശൂർ ജില്ലയിലെ 86 പഞ്ചായത്തുകളിൽ 71 പഞ്ചായത്തും LDFന്റെ കീഴിലാണ്. വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കയ്യബദ്ധം ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള കയ്യബദ്ധമാണ് അളഗപ്പ് നഗർ പഞ്ചായത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വഴി UDF അധികാരത്തിലെത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും UDF തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ലേലം അവർക്ക് ധനസമ്പാദനത്തിനായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള ഉദാഹരണമാണ് അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ലേലം. അഴിമതിയാണ്, എല്ലാത്തിലും അഴിമതിയാ. ഇതിനു മുൻപ് ആമ്പല്ലൂരിലെ കണ്ണായ സ്ഥലത്ത് ഏകദേശം 15,000 രൂപയെങ്കിലും മിനിമം വാടക കിട്ടാവുന്ന കെട്ടിടങ്ങളാണ് 1,500 രൂപയ്ക്ക് ഇവര് എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ അഴിമതി നടത്തുന്നത്? അതേസമയം LDF സമരം നടത്തിയത് പഞ്ചായത്ത് കോമ്പൗണ്ടിനുള്ളിലായതിനാൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും പഞ്ചായത്ത് സെക്രട്ടറി പരാതി നൽകി. തിരഞ്ഞെടുപ്പിനോടുള്ള വോട്ടർ പട്ടികയിൽ പേരു ചേർക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് പ്രതിഷേധമെന്നാണ് പരാതി. CPM ലോക്കൽ കമ്മിറ്റി നേതാക്കളായ പി.കെ. വിനോദൻ, സോജൻ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ പി.എസ്. പ്രീജു, സജന ഷിബു, കെ.എ. ശൈലജ, കെ.എ. ജീഷ്മ, ബ്ലോക്ക് അംഗം ടെസി വിൽസൺ തുടങ്ങി 50ഓളം പേർ ഉപരോധത്തിൽ പങ്കെടുത്തുവെന്ന് പരാതിയിൽ പറയുന്നു.